മക്കള സദസ്സുമായി ചെന്നപ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കിയത് 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം ആ മണ്ഡലത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ ജയിച്ചു വരണം. കാരണം ഇടതുപക്ഷത്തിൻ്റെ കരുത്തിലും ശക്തിയിലുമാണ് ആ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൊടുത്ത സഹായങ്ങളും ആ വികസനവും. അപ്പോൾ ഇടതുപക്ഷമല്ലാത്ത ഒരാൾ ജയിച്ചു വരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് വിജയിച്ചാൽ ഈ ഒരു വർഷം കൊണ്ട് എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല തരത്തിൽ അത് പൂർത്തീകരിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൊടുത്ത പ്രതീക്ഷകൾ നമുക്ക് നിറവേറ്റാൻ കഴിയും. 3, രാഷ്ട്രീയ മത്സരമാണ്. ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തുക. ഒരു 3ാം ഗവൺമെന്റിന്റെ തുടക്കം ഈ നിലമ്പൂരിൽ കുറിക്കും. ആ രാഷ്ട്രീയ മത്സരത്തിന് ഒരു രാഷ്ട്രീയ നേതൃത്വം മത്സരിക്കണമെന്നുള്ളതാണ് CPM കണ്ടത്. കേരളത്തിലെ പാർട്ടിയുടെ ഇന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖനായ ചെറുപ്പക്കാരൻ എല്ലാം കൊണ്ടും നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന പാർട്ടിയുടെ ഉന്നതനായ നേതാവ്. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. എല്ലാ തെറ്റായ ചിന്താഗതികളെയും അതിജീവിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കുക, കേരളത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിർത്തിക്കൊണ്ട് 9 വർഷം കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണോ ഒരുമിപ്പിച്ചു കൊണ്ടുപോയത് അതേ അവസ്ഥയിൽ ഭാവി കേരളത്തെ സൃഷ്ടിക്കാനും നവകേരളം സൃഷ്ടിക്കാനും വികസനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാനും വേണ്ടി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുക. അതുകൊണ്ട് സർവ്വശക്തി സമാഹരിച്ചുകൊണ്ട് നിലമ്പൂരിൽ മത്സരിക്കും. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും. ഈ അൻവറിന്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ്? അൻവർ ഇപ്പോൾ UDF-ലേക്ക് പിന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പറയുന്നത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് അൻവർ. അത് പുകഞ്ഞ കൊള്ളിയല്ലേ? അത് ആ പുകഞ്ഞ കൊള്ളി പുറത്തു പോയല്ലേ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ നമ്മൾ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഒരു ബാധകമേ അല്ല. അതൊന്നും തെരഞ്ഞെടുപ്പിൽ ഒരു ബാധകമല്ല. അതൊക്കെ പോയി അവസരവാദപരമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക, അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തന്നെ പുച്ഛിക്കും. ജനങ്ങൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ UDF-നെയും BJP-യും നേരിടാനുള്ള ശക്തി ഇടതുപക്ഷത്തിനാണ്. ഞങ്ങൾ 9 വർഷമായി ഭരിക്കുന്നു. ആ ഭരണം കേരളം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അടുത്ത ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ തയ്യാറാകുന്നു. ആ തയ്യാറാകുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ മത്സരം തന്നെ കേരളത്തിൽ നടത്തുകയാണ്. ഒരു സന്നിഗ്ധാവസ്ഥയില്ല. മികച്ച വിജയത്തോടുകൂടി അവിടെ ഞങ്ങൾ വിജയിച്ചു വരും. 3ാം LDF ഗവൺമെൻറ്റിൻ്റെ തുടക്കം എടുത്തിട്ടുണ്ട്. യെസ്, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഞങ്ങളെല്ലാം പങ്കെടുപ്പിച്ചു കൂടിയിരുന്നു. പ്രത്യേകിച്ച് വിദഗ്ധന്മാരായ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. 2-3 തരത്തിൽ നമ്മളതിനെ കാണുന്നു. ഒന്ന്, ഈ കണ്ടെയ്നർ വെള്ളത്തിൽ പോയപ്പോൾ ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്ന കണ്ടെയ്നറിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ? അതൊരു 13 കണ്ടെയ്നറാണ് ഈ കാൽസ്യം കാർബൈഡ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കുക, അല്ലെങ്കിൽ അത് പരിശോധിക്കുക, അത് ലീക്കാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതാണ് ഒരു ഭാഗം. രണ്ടാമത്, നമുക്ക് ഈ ഇത്രയും ദൂരെ മത്സ്യത്തൊഴിലാളികൾ വല വിരിക്കുമ്പോൾ അവർക്ക് നാളെ ഈ കണ്ടലുകൊണ്ട് അപകടം സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു സുരക്ഷിത മേഖല ഒരുക്കേണ്ടത് ആവശ്യമാണ്. 3ാമത്തെ കാര്യം, മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ അവർക്കുണ്ടായ ഈ പ്രയാസത്തെ അതിജീവിക്കാൻ സഹായിക്കുക. അതാണ് ഇന്നലെ 1 മാസം റേഷൻ സൗജന്യം 1000 രൂപ വെച്ച് അടിയന്തര സഹായം നമ്മളിപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചു. അത്രയും പ്രഖ്യാപനത്തിൻ്റെ 11 കോടി രൂപ വേണം. അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു. അപ്പം ഈ 2-3 തരത്തിൽ ഇതിനെ കാണുക. 3, കേന്ദ്രവുമായി സംസാരിച്ചു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരോട് സംസാരിച്ചു. ഇന്നിപ്പോൾ സംസാരിക്കുന്നുണ്ട്. കേന്ദ്രവുമായി സംസാരിച്ച് പിന്നെ പരമാവധി സഹായം സംസ്ഥാനത്തിന് ഈ ഒരു സന്ദർഭത്തിൽ തരാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സഹമന്ത്രി, ഫിഷറീസ് സഹമന്ത്രി സംസാരിച്ചു. ഇന്ന് ഞാനിപ്പോൾ ഒരു സമയം നോക്കുന്നുണ്ട്. സൗകര്യപ്രദമായ സമയം കിട്ടിയാൽ ഞാൻ പോകുന്നതിന് മുമ്പ് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്.